ഞാൻ വിക്കി. ഇത് എൻ്റെ കഥയാണ്. എൻ്റെയും ഞങ്ങൾ 3 കൂട്ടുകാരുടെയും ഞങ്ങളുടെ ഒരു ആശാൻ്റെയും കഥ. ഇതിന് കുറച്ച് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇണങ്ങിയും പിണങ്ങിയും തേനിലാവും സിപ്പപ്പും കഴിച്ച് കൂട്ടുകാരുമായി കൂട്ടുകൂടി നടന്ന എൻ്റെ സ്കൂൾ കാലം. അവധി ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ വീടിനടുത്തുള്ള പാർക്കിൽ ഒത്തുചേരുമായിരുന്നു. അവിടെ വെച്ചാണ് വെള്ളപ്പാവാടയും ചുവന്ന ടോപ്പുമായി അവൾ ആദ്യമായി എൻ്റെ അടുത്തേക്ക് വന്നത്. അവന്തിക. മനസ്സിലെ ഇഷ്ടം ഒരു ചുവന്ന റോസാപ്പൂവിൽ പൊതിഞ്ഞ് അവൾ എൻ്റെ മുന്നിലേക്ക് നീട്ടിയത് ഇന്നും മറന്നിട്ടില്ല. പക്ഷേ അവളുടെ ഉണ്ടക്കണ്ണുകളോ നിറഞ്ഞ ചിരിയോ എന്നൊട്ടും ആകർഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തികഞ്ഞ ലാഘവത്തോടെ ആ പൂ തീർത്തും അവഗണിച്ച് ഞാൻ അവളെ കളിയാക്കി. മനസ്സിലെ വിഷമം അടക്കിപ്പിടിച്ച് അവളന്ന് എന്നെ നോക്കി നിന്നിട്ടുണ്ടാകാം. ആ നഷ്ടപ്രണയം അവളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ നീറിപ്പുകഞ്ഞ കുഞ്ഞു മനസ്സ് എന്നെ ശപിച്ചിട്ടുണ്ടാകാം. ഇന്നൊരു സുദിനമാണ്. എനിക്കല്ലെന്ന് മാത്രം. ഒരിക്കൽ ജീവിതത്തിലെ നിലാവാകുമെന്ന് പ്രതീക്ഷിച്ചവൾ. അവളും ഇന്നെന്നെ വിട്ടു പോവുകയാണ്. ആതിര എന്ന ദേശാടന പക്ഷി. അവള് യാത്ര പറയാൻ വരും. സംഭവം ഇത്തിരി പെയിൻഫുള്ളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പതിവായിരിക്കണം. വിക്കി, സുഖല്ലേടാ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു സീൻ? ഇവന് എത്രാമത്തെ തേപ്പായി കിട്ടുന്നത്? ആ ഒരു കാര്യമുണ്ട്. ഇവനെ പ്രേമിച്ചിട്ട് കെട്ടിപ്പോണ പെണ്ണുങ്ങളൊക്കെ വലിയ ലെവൽ കാണും. ഇപ്പൊ അവൾക്ക് കിട്ടിയത് നോക്ക്, അമേരിക്കക്കാരനാണ്. എന്നാലും അതെ, അതെന്താണെന്ന് വെച്ചാലേ എനിക്ക് നിന്നാലോചിച്ചിട്ടല്ല. ഒരുത്തം വന്നിണ്ടല്ലോ അമേരിക്കന്ന്, അവന്റെ കാര്യം ആലോചിച്ചിട്ടാ. 1-2 കൊല്ലം കഴിയുമ്പോ വേറൊരുത്തൻ ഇറ്റലിന്നോ ജർമ്മനിന്നോ വരും. അപ്പൊ നീ എന്താ അവനോട് പറയുന്ന ആലോചിക്കായിരുന്നു ഞാൻ. പോട്ടെ. നല്ല തേപ്പ് തേച്ചിട്ട് നിൽക്കണം. നിപ്പ് കണ്ട വല്ലാത്തൊരു തമ്മറ വല്ലെങ്കിൽ വെടിക്കട്ടല്ലേ. വിക്കേ, അത് പോട്ടെ കുട്ടിയെ. എന്നാലും എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു ആശാൻ. കുട്ടിയെ അത് പോട്ടാ. പോട്ടെ പോട്ടെ പോട്ടെ. അത് പോട്ടെ.
സോറി വിക്കി, എന്റെ എൻഗേജ്മെന്റ് ആണ് നെക്സ്റ്റ് വീക്ക്. എൻഗേജ്മെന്റാ? ഈശ്വര, why me again? എന്തിനു കൂടിയാടാ കുടിക്കണത്? ഇങ്ങനെ കുടിച്ചാലേ ഇതിന്റെ കൂമ്പ് വാടിപ്പോവും. ആശാനന്റെ അവസ്ഥ മനസ്സിലാവണ്ട. സൗമ്യനെ തേച്ചാശാന്. ആര് സൗമ്യ? അതിനിപ്പോ എന്താണ്ടായി? അവളുടെ കല്യാണമാണ് അടുത്ത ആഴ്ച. ഞാൻ സ്നേഹിച്ചിട്ടുള്ളവരൊക്കെ എന്നെ വിട്ടു പോവാ. എനിക്ക് മടുത്താശാനെ. കുട്ടിയെ, ഞാൻ പറഞ്ഞു നീ ഒന്ന് എന്ത് കേൾക്കാൻ? നീ എന്തിനാടാ കണ്ണു കണ്ട പെണ്ണുങ്ങളെ പിന്നാലെ പോകുന്നത്? എടാ നമ്മുടെ ദിയ ഉണ്ടല്ലോ, നമ്മുടെ ദിയ, അവൾക്കൊരു വല്ലാത്ത ഇഷ്ടമാണ്. നിനക്കും ഇഷ്ടമല്ല ദിയ? ആശാന്ത് വർത്താനായി പറയണേ. അതാ പറഞ്ഞു. ദിയ എന്റെ കളിക്കൂട്ടുകാരിയാണ്. അതിന് ചെറുപ്പം മുതലേ അവളോട് ഞാൻ ഷെയർ ചെയ്യാത്തൊരു കാര്യമില്ല. എന്റെ ജീവനാണ് അവള്. അതിനിപ്പോ എന്താണ്ടായി? അവളെന്നെ വിട്ടുപോകാശാനെ. ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞ. എടാ കുട്ടി, അത് നിന്റെ അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസം ഒന്നല്ല. എന്നെ ആരൊക്കെ സ്നേഹിച്ചാലും അവരൊക്കെ എന്റെ ലൈഫിൽ നിന്ന് വിട്ടുപോവാ. ഒറ്റയ്ക്കാശാനെ. ഇനിയിപ്പോ ദീയും കൂടി വിട്ടുപോയാ എനിക്ക് സഹിക്കില്ല ആശാനെ. എന്താ ഇപ്പൊ കുട്ടിയെടുത്ത് ഞാൻ പറയാ? കുടിച്ചു കുടിച്ചു മരിക്കും. വാട്ട കുട്ടിയെ, വെയിറ്റ്. അങ്ങനെയാണെങ്കിലേ നിന്റെ വിശ്വാസം മാറൊരു വഴിയുണ്ട്. എന്ത് വഴി? നമ്മുടെ പൂജയില്ലേ? പൂജ? ഏത് പൂജ? പൂജന്റെ ആശാൻ ഇനിയിപ്പോ അവളുടെയും കൂടി കുറവാണ്. ഞാൻ പറഞ്ഞ കേക്ക്. എന്ത്? നിനക്ക് മനസ്സിലാവണ്ട? അവൾക്കാണെങ്കിൽ സീരിയസ് ബന്ധങ്ങളോട് ഒരു താല്പര്യമില്ല, ആരോടൊരു കടപ്പാടുമില്ല. അതാണ് അവളുടെ ലയൻ. ഓരോരുത്തരും വരുന്നത് എൻജോയ് ചെയ്യണ് പോണ്. ഇനി നീ അവളോട് അടുത്താലും പിരിഞ്ഞാലും അവൾക്ക് യാതൊരു പ്രശ്നമില്ല, യാതൊരു ഇഷ്യൂ ഇല്ല. അവൾ ഒരിക്കലും കല്യാണം കഴിക്കില്ല. നിന്റെ അന്ധവിശ്വാസം മാറും. നീ ഒന്ന് ട്രൈ ചെയ്യ്. അത് വേണ ആശാനെ. പിന്നെന്താ അത് വേണ്ടാണ്ട്? അഭിനു നോക്കാനില്ല. ആശാൻ പറഞ്ഞ പോലെ തെറ്റിയിടണ്ട. അതില്ല. നീ അങ്ങനെ ചാമ്പിക്കോ? അപ്പൊ പിന്നെ മൈ ലൈഫ് മൈ റൂൾസ്. എന്താ ആശാന്? ഞാൻ പറഞ്ഞപ്പോ എന്തായി? പ്രശ്നങ്ങൾ തീർന്ന അന്ധവിശ്വാസം പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞാശാനെ. ആ പൊണ്ണിന്റെ കല്യാണം കഴിഞ്ഞാ? ഇല്ലല്ലോ. ഇനി കഴിയാനും പോളില്ല. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ദീ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ല്. എന്നിട്ട് കാര്യം പറയണ്ട അവളോട്. അവളോട് ഇഷ്ടാന്ന് പറയട്ടെ. ഇഷ്ടാന്ന് പറയലേ വേണ്ട, പോയി കല്യാണം കഴിക്കാൻ നോക്കടാ. വേറെ ആവശ്യമില്ല. മുത്താണ് ആശാനെ, മുത്താണ്. അതൊക്കെ പിന്നെ പറയാം നമുക്ക്. ചിട്ടയോടെ പോകുന്നു കണ്ടോ, തൊട്ടുരുമി മൊത്തം കൊടുത്ത് ഉല്ലസിച്ചു ആനന്ദത്തോടെ. കട്ടുറുമ്പ് മുട്ടനുറുമ്പ് ചിട്ടയോടെ പോകുന്നു കണ്ടോ, തൊട്ടുരുമി മൊത്തം കൊടുത്ത് ഉല്ലസിച്ചു ആനന്ദത്തോടെ. കണ്ടിട്ടൊന്നും കാണാതെ പോകുന്നതെന്തൊരു നാടാണ് ഈ നാട്. ചങ്കുപാരിച്ചു കൊടുത്തിട്ടും നെഞ്ചിൽ കുത്തുന്നതെന്താണ്? കണ്ടത് പറഞ്ഞോനൊന്നും കഞ്ഞിയില്ലെന്നൊരു ചൊല്ലുണ്ടേ. എന്നിട്ടൊന്നും തൊട്ടു തീണ്ടാത്തൊരു ദൈവത്തിന്റെ സ്വന്തം ഈ നാട്. പോട്ടെ 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 പോട്ടെ. ഹേയ്, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ദിയ. താങ്ക്സ് ടാ. നീ മറന്നിട്ടില്ല അല്ലേ? ഹൗ കാൻ ഐ ഫോർഗെറ്റ് ഡി? ഇന്നലെ വിളിച്ചപ്പോ എന്തോ പറഞ്ഞിരുന്നില്ലേ, അത് എന്തായിരുന്നടാ? അല്ലടി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ അത് എന്തിനെത്ര ഫോർമാലിറ്റീസ്? നീ പറയടാ. എടി, ചെറുപ്പം മുതലേ നമ്മൾ ബെസ്റ്റ് ബഡീസ് ആയിരുന്നു. നമ്മള് ഷെയർ ചെയ്യാത്തൊരു കാര്യമില്ല. പക്ഷേ അത് എന്റെ വിക്കി, എന്നോട് നിനക്ക് എന്തും തുറന്നു പറയാലോ. പക്ഷേ ഒരു മിനിറ്റ്. ആ നിധി പറയടാ. വിക്കി, നിന്റെ പൂജയുടെ കല്യാണം കഴിഞ്ഞടാ. മൈ ലൈഫ് മൈ റൂൾസ്. പോടാ. നല്ലായിരുന്നു കേട്ട്. എന്തൊക്കെ ബഹളമായിരുന്നു. നീ എന്താ പറയണേ? ഒരിക്കലും കല്യാണം കഴിക്കലാന്ന് ആശാൻ തള്ളിയില്ലേ. അവക്കും ഒരു ചെക്കൻ സെറ്റായി ജർമ്മനിന്ന്.
ജർമ്മനിന്ന്. ആടാ എടാ ഇത് അന്ധവിശ്വാസം ഒന്നല്ലട്ടാ. ശരിടാ, ഞാൻ വിളിക്കാം. ആരാ വിളിച്ചേ? ദിയ, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. നമുക്ക് നാളെ കാണാം. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാ ശരി വിക്കി, നീ ഹാപ്പി ആയിട്ടിരിക്കും. നമുക്ക് നാളെ. ഓക്കെ ഡി. അപ്പൊ ശരി, മറക്കാതെ പാർട്ടിക്ക് വരണേ. ഞാൻ വരാം. ഓക്കെ. അവന്തിക, നീ അനുഭവിക്കും, നീ ഒറ്റപ്പെടും. നിന്നെ ആരൊക്കെ സ്നേഹിച്ചോ അവരൊക്കെ നിന്നെ വിട്ടുപോകും. അവന്തിക, എത്ര നാളായിട്ട് കണ്ടിട്ട്. നീ എന്നെ കാണുന്നില്ലെങ്കിലും ഞാൻ നിന്നെ കാണാറുണ്ട്. അന്ന് എന്നോട് അങ്ങനെയൊന്നും അത്ര ഹാർഷായിട്ട്. നീ അതൊക്കെ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാനതൊക്കെ എപ്പോഴേ മറന്നു. അന്ന് തൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ ഇന്ന് എൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ആർക്കും പറ്റുന്നില്ല. ഈവൻ ദിയയോട് പോലും എനിക്ക് എൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ പറ്റുന്നില്ല. വിക്കി, നീ വിചാരിക്കുന്നത് നിന്റെ ഇഷ്ടം, നിന്റെ മനസ്സ് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ലെന്നാണ്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ലാട്ടോ. നീ ധൈര്യമായിട്ട് അവളോട് ചെന്ന് നിന്റെ ഇഷ്ടം പറയടെ കൊടുക്കാം. ശരിടി, കാണാം. I love you. Love you too. കേട്ടുമറന്ന ഒരു മുത്തശ്ശി കഥയിലെ പര്യവസാനം പോലെ വിക്കിക്ക് ശാപമോക്ഷം ലഭിച്ചു. ഒരുപാട് ഇഷ്ടം മനസ്സിൽ ബാക്കി വെച്ചതുകൊണ്ടാകും അവന്തിക വിക്കിയോട് ക്ഷമിച്ചു. നമ്മൾ അറിയാതെ പറയുന്ന ചില വാക്കുകൾ മറ്റുള്ളവരിൽ ഏൽപ്പിക്കുന്ന മുറിവ് പലപ്പോഴും വളരെ വലുതായിരിക്കും. അവരുടെ വേദനയ്ക്കും ശാപത്തിനും അറിയാതെ പോലും നമ്മൾ കാരണമാകാതിരിക്കട്ടെ. അത് നമ്മളെ ജീവിതകാലം മുഴുവനും വേട്ടയാടാതിരിക്കട്ടെ.